ഓം ശാന്തി. എന്തോ ട്രാഫിക് കൺട്രോൾ കഴിഞ്ഞു. ബാബ് ദാദ മധുബൻ പ്രഭാത മുരളി 22/12/2021. मीठे बच्चे, बाप आए हैं तुम्हें भक्ति का फल देने. ഭക്തി കാ ഫൽ ഹെ ജ്ഞാൻ, ജ്ഞാന സേ ഹി സദ്ഗതി ഹോതി ഹെ എന്ന് ബാബ പഠിപ്പിക്കുകയാണ്. മധുരമായ കുട്ടികളെ, ബാബ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഭക്തിയുടെ ഫലം നൽകുന്നതിന് വേണ്ടിയാണ്. ഭക്തിയുടെ ഫലമാണ് ജ്ഞാനം. ജ്ഞാനത്തിലൂടെ മാത്രമേ സദ്ഗതി ഉണ്ടാകൂ. അപ്പൊ അതിൽ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? ഭക്തി ചെയ്തവർക്കേ സദ്ഗതി കിട്ടുകയുള്ളൂ. പക്ഷെ നേരിട്ട് ഭക്തിയിലൂടെയല്ല കിട്ടുന്നത്. ഭക്തി പൂർത്തിയാകുമ്പോൾ ബാബ വന്ന് നമുക്ക് ജ്ഞാനം നൽകും. ജ്ഞാനത്തിലൂടെയാണ് നമുക്ക് ആത്മാവ് എന്താണ്, പരമാത്മാവ് എന്താണ്, മുക്തി എന്താണ്, ജീവൻ മുക്തി എന്താണ്, പരംധാമം എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജ്ഞാനത്തിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ. അങ്ങനെ മനസ്സിലാക്കിയാലല്ലേ നമുക്ക് അതിനുവേണ്ടി പ്രയത്നിക്കാൻ പറ്റൂ. അപ്പൊ ബാബ പറയണ ഭക്തി ചെയ്താലേ ജ്ഞാനം കിട്ടുള്ളൂ. ജ്ഞാനത്തിലൂടെ മാത്രമേ നമുക്ക് സദ്ഗതി ലഭിക്കുകയുള്ളൂ. ചോദ്യം: ഇസ് ബ്രാഹ്മൺ കുലമേ ബഡാ കിസ്കോ കഹേംഗെ ഉൻകി നിശാനി സുനാവും. ഈ ബ്രാഹ്മണ കുലത്തിൽ ആരാണ് വലിയവർ? അവരുടെ അടയാളം കേൾക്കും. ബ്രാഹ്മണ പരിവാരത്തിൽ ആരാണ് വലിയ? നമ്മളെല്ലാവരും തുല്യരാണ്. പക്ഷെ ബാബ പറയാണ് ഇതിനകത്ത് വലിയവര് ചെറിയവരുണ്ട്. അതനുസരിച്ചിട്ടാണ് സത്യത്തിൽ പദവി. അപ്പൊ ബാബ ചോദിക്കാണ് ആരാണ് വലിയവര്, അവരുടെ അടയാളം എന്താണ്? ഉത്തരം: ബ്രാഹ്മൺ കുൽമേം ബഡേ സെ ബഡേ വഹ് ഹെ ജോ അച്ഛി സർവീസ് കർണേ വാലെ. ഈ ബ്രാഹ്മണ കുലത്തിൽ ഏറ്റവും വലിയത് സേവനം ചെയ്യുന്നവരാണ്. അതായത് സേവാധാരിയാണ് വലിയ ആൾ. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വളരെ നിരഹങ്കാരിയായി സേവ ചെയ്യുമ്പോൾ ബാബ പറയാണ് സേവാധാരിയാണ് വലിയ ആൾ. ജിനേം സദൈവ് അപ്പനെ ഉന്നതി കാഹി ഓന രഹത്താഹി ജോ പഠായി കർ ബഹുത് ദീക്കെ ജാ. പക്ഷെ മറ്റുള്ളവരുടെ സേവനം ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മുടെ സേവനം ചെയ്യണം. അപ്പൊ നന്നായിട്ട് പഠിക്കാനുള്ള ശ്രദ്ധ ഉണ്ടായിരിക്കും. പഠിക്കാനും യോഗ ചെയ്യാനെല്ലാം ശ്രദ്ധ ഉണ്ടായിരിക്കും. അപ്പൊ ബാബ പറയാണ് അവർക്ക് തന്റെ ഉന്നതിയെ കുറിച്ച് നല്ല ചിന്ത ഉണ്ടായിരിക്കും. പഠിത്തത്തിൽ വളരെ തീഷ്ണതയുള്ളവരാണ്. ഐസേ മഹാവീർ ബച്ചേ അപ്പന തൻ മൻ ധൻ സബ് ഈശ്വരീയ സേവാമേ ഹി സഫൽ കർ. അങ്ങനെയുള്ള മഹാരഥികളായ കുട്ടികള് അവരുടെ ശരീരവും മനസ്സും ധനവും ഈശ്വരീയ സേവനത്തിൽ സഫലമാക്കും. ഈശ്വരീയ സേവനത്തിൽ തന്നെ സഫലമാക്കും. കാരണം അവർക്ക് മനസ്സിലായി ഇത് ആരാണ് വന്നിരിക്കുന്നത്, ഞാൻ ചെയ്യാനുള്ള പ്രാപ്തി എന്താണെന്ന് മനസ്സിലായപ്പോൾ ശരീരവും മനസ്സും ധനവും അവർ ബാബയുടെ കാര്യത്തിൽ അർപ്പിക്കും. അപ്പനി ചലൻ പർ ബഹുത് ധ്യാൻ ദേത്തെ ഹി. അവരുടെ പെരുമാറ്റത്തിന്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധ. നമ്മൾ അർപ്പിച്ചാൽ മാത്രം പോരാ, സേവ ചെയ്താൽ മാത്രം പോരാ. ബാബ ഇപ്പോഴും പറയാറുണ്ട് വളരെ വിനയമുള്ളവരായി മധുരമുള്ളവരായിട്ട് വേണം സേവനം ചെയ്യാൻ. അപ്പോൾ തന്റെ സേവനം എങ്ങനെ, ഇതിൽ തന്റെ ധാരണ എന്താന്നുള്ളത് അവർ ചെക്ക് ചെയ്ത് വരും. അപ്പൊ ബാബ പറയണം ഇങ്ങനെയുള്ളവരാണ് ബ്രാഹ്മണ കുലത്തിലെ വലിയവര്. നല്ല ടിപ് ടോപ്പ് ആയിട്ട് നടക്കുക, അല്ലെ, നമ്മളിങ്ങനെ വരിക, സേവയൊന്നും ചെയ്യാണ്ട് പോകുക, ഞാൻ അതാണ് ഇതാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ബാബ പറഞ്ഞ അതൊന്നുമല്ല. സേവാധാരി പഠിക്കുന്നവരെ പഠിപ്പിക്കുന്നവരാണ് വലിയ ആളുകൾ. ഗീതം: തൂനെ രാത്ത് ഗംവായി സ്വം. നീ രാത്രി മുഴുവൻ ഉറക്കൊളച്ച് നശിപ്പിച്ചു. ഓം ശാന്തി. ഉറങ്ങി നശിപ്പിച്ചു. ഇത് ഗീത് അൺകറക്റ്റ്. ബാബ പറയണ ഈ പാട്ട് തെറ്റാണ്. ഇസ് ദുനിയാമേ തും ജോ ഭി സുനത്തെ ഹോ സബ് ഹെ അൺകറക്റ്റ് അർത്ഥാത് ഛൂട്ട്. ഈ ലോകത്ത് നമ്മൾ എന്തെല്ലാം കേൾക്കുന്നു ബാബ പറയണു അതെല്ലാം അൺകറക്റ്റ് ആണ്, ഛൂട്ട്, കളവാണ്. ബാബ ബൈഠ് സമझाते हैं हे भारतवासी बच्चों बच्चे जो सम्मुख है उनको ही कहे. ബാബ ഇരുന്ന് മനസ്സിലാക്കി തരികയാണ്. ഹേ ഭാരതവാസികളായ കുട്ടികളെ സമൂഹത്തുള്ളവരെയാണല്ലോ വിളിക്കുന്നത്. തുംകോ അഭി മാലൂം പടാ ഹേ വഹ് ഹേ ഭക്തിമാർഗ്. ഇപ്പൊ നമുക്ക് മനസ്സിലായി അതെല്ലാം ഭക്തിമാർഗത്തിലെ കീർത്തനങ്ങളാണ്. വേദശാസ്ത്ര ഉപനിഷത്ത് ആദി കിത്തനെ ഭക്തിമാർഗ് മേ ജന്മ ജന്മാന്തർ പഠിത്തേ ആത്തെ ഹി. വേദശാസ്ത്ര ഉപനിഷത്തുകൾ ഭക്തിമാർഗത്തിൽ എത്ര ജന്മങ്ങളായി നമ്മൾ പഠിച്ചു. അപ്പൊ ബാബ എന്തുകൊണ്ട് അതിനെ അസത്യം എന്ന് പറയുന്നത്? ബാബ പറയണ ഇവിടെ പച്ചവെള്ളം എന്ന് പറയും. പക്ഷെ ഭക്തിമാർഗത്തിലെ ചില കാര്യങ്ങളാണ് ബാബ പറയുന്നത്. നമ്മളെ ദ്വാപരയുഗത്തിൽ നിന്നും കലിയുഗത്തിലേക്ക് താഴ്ത്തിയത് കൊണ്ടാണ് ബാബ പറയുന്നത് അതിൽ അസത്യമുണ്ട്, കലർപ്പുണ്ട് ഇതിനകത്ത്. പൂച്ചോ യഹ് കുംഭക മേള കബസെ ലഗ്ത ആയ. ഈ അവരോട് ചോദിക്കണം, അപ്പൊ ഈ കുംഭമേളയൊക്കെ എന്നു മുതലാണ് ആരംഭിച്ചത്? കഹേങ്കെ യഹ്തോ അനാദി. അപ്പൊ എന്ത് പറയും? ഇതൊക്കെ അനാദിയാണ്, ഇതൊക്കെ പണ്ട് മുതലുള്ള, ഞങ്ങൾക്കെല്ലാം അറിയാം.
കബ്സെ കർത്തെ ആയേ, ഒന്നുകൂടി ചോദിക്കുക, എന്ന് മുതലാണ് ഇതൊക്കെ ചെയ്തത്? ഏഹ് ബദാ നഹി സകേങ്കെ, ആർക്കും ഇത് പറയാൻ പറ്റും. വെറുതെ ഒരു വാക്ക് പറയും, പരമ്പരയായിട്ട് അനാദിയായിട്ട് തുടങ്ങുക. ഉൻകോ യഹ് പദാഹി നഹി ഹെ കി ഭക്തിമാർഗ് കബ്സെ ശുരു ഹോത്താ ഹെ, ഈ ഭക്തിമാർഗം എപ്പോഴാണ് ആരംഭിച്ചതെന്ന് അവർക്കറിയില്ല. കൽപ്പയ്ക്ക് ആയുഹി ഉൾട്ടി കർദി ഹെ, കൽപ്പത്തിന്റെ ആയുസോ വളരെ ദീർഘിപ്പിച്ചിട്ട് തലതിരിച്ച് എഴുതി വെച്ചിരിക്കുകയാണ്. കഹത്തെ ഹെ ശാസ്ത്രോമേ ലിഖാ ഹുവാ ഹെ ബ്രഹ്മ കാ ദിൻ അവർ ബ്രഹ്മ കി രാത്, ബ്രഹ്മാവിന്റെ പകല് ബ്രഹ്മാവിന്റെ രാത്രി, ഇതൊക്കെ പുരാണത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ, അവർ എഴുതിയിട്ടുണ്ട്. പക്ഷെ അത് എത്ര കാലമാണ്, എന്ന് തുടങ്ങി രാത്രി പകലും ഒന്നും അറിയില്ല. ഏഹ് ഏക് ഗീതാ മേ ഹി ഹെ അബ് ബാപ്പ് സമച്ചാത്തെ തും ബ്രാഹ്മണോം കാ ദിൻ ഔർ രാത് ഹെ ബഹത്, ഇതെല്ലാം ഗീതയിലാണ് കിടക്കുന്നത്. അവ്യക്താൽ വ്യക്തയ സർവ പ്രഭവന്ത്യഹ രാഗമേ രാത്രിയാഗമേ പ്രഭ, അല്ലെ, പകലിന്റെ ആരംഭത്തിൽ എല്ലാവരും താഴേക്ക് വരും, അവ്യക്തത്തിൽ നിന്നും രാത്രിയിൽ എല്ലാവരും എന്റെ അടുത്തേക്ക് തിരിച്ചു വരും. ഇങ്ങനെയൊക്കെ ഗീതയിലുണ്ട്. ബാബ പറയാണ്, കുട്ടികളെ, ബ്രാഹ്മണരുടെ പരിധി, രാവും പകലും പരിധി ഇല്ലാത്തതാണ്. ആധാ കൽപ്പദിൻ ആധാ കൽപ്പര, അരകൽപ്പം നമ്മള് പകലിന്റെ, അതായത് ആത്മബോധത്തിൽ ആരാണെന്നുള്ളൊരു ബോധം, അരകൽപ്പം നമ്മള് പഞ്ചതത്വങ്ങളുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുകയാണ്, ദേഹബോധത്തിൽ, ഇരുട്ടിലാണ്. ജരൂർ ഈക്വൽ ചാഹിയന, അപ്പൊ രണ്ടും തുല്യമായിരിക്കണ്ടേ, രാത്രിയും പകലും. ആധാ കൽപ്പസെ ഭക്തിമാർഗ് ശുരു ഹോത്താഹി യഹ് കിസ്കോ പദാ നഹി ഹെ, അരകൽപ്പത്തിന് ശേഷമാണ് ഭക്തിമാർഗം ആരംഭിക്കേണ്ടത്, ഇത് ആർക്കും അറിയില്ല. സോമനാഥ് കാ മന്ദിർ കബിബന, സോമനാഥ ക്ഷേത്രം എന്നുണ്ടാക്കി. ഭാരതത്തിലെ അമ്പലങ്ങളായിരിക്കണമല്ലോ ഏറ്റവും പൗരാണികമായിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ലക്ഷക്കണക്കിന് വർഷങ്ങളുണ്ടോ? മാക്സിമം പോയാൽ 2000 വർഷമേ പഴക്കമുള്ളൂ. എല്ലാവരും പറയുന്നത് 1400, മെയിൻ അമ്പലങ്ങളൊക്കെ 1400, 1200 വർഷങ്ങളായിട്ട്. അപ്പൊ ബാബയ്ക്കാണ് സോമനാഥ ക്ഷേത്രം എന്നുണ്ടാക്കി. പഹലെ പഹലെ സോമനാഥ് കാ മന്ദിർ ഹി ബനാഹെ അവിഭിചാരി ഭക്തിക്കലി, ആദ്യം നമ്മൾ ഉണ്ടാക്കിയ അമ്പലം എന്താണ്? സോമനാഥൻ, അറിവിന്റെ നാഥന്റെ പേരിൽ ഒരു അമ്പലം ഉണ്ടാക്കി, അറിവ് നൽകിയത്. അത് എന്തിനു വേണ്ടി? അവിഭിചാര ഭക്തി, ഏകദൈവ ഭക്തിയായിരുന്നു. തും ജാനത്തെ ഹോ ആധാ കൽപ്പ പൂരാ ഹോത്താ ഹെ തബ് ബ്രഹ്മ കി രാത് ശുരു ഹോത്തേ ഹെ, നമുക്കറിയാം അരകൽപ്പം പൂർത്തിയാകുമ്പോൾ ബ്രഹ്മാവിന്റെ രാത്രി ആരംഭിക്കുകയാണ്. ലാഖവും വർഷിക്കോ ബാത്ത് ഹോന സകൻ, ഇത് ലക്ഷക്കണക്കിന് വർഷങ്ങൾ ഉണ്ടാവില്ല. എന്തുകൊണ്ടെന്നാൽ ആർക്കും പറയാൻ പറ്റത്തില്ല. ഇനി 4,27,000 വർഷം കൊണ്ട് കലിയുഗം. അവർ ശരി, സമ്മതിച്ചു, പറഞ്ഞതാ, ഇതൊക്കെ സംഭവിക്കും ഈ 4 ലക്ഷം വർഷത്തിൽ. ആർക്കും അറിയില്ല. കഹത്തെ ഹെ तेरा 1200 वर्ष हुए होंगे जबकि മുഹമ്മദ് ഗസ്നി മന്ദിർ സെ ഖജാന ലൂട്ട് കർ ലേ ഗയ, ബാബ പറയാണ്, ഈ സോമനാഥ ക്ഷേത്രം കൊള്ളയടിച്ചിട്ട് എത്ര കാലമായി കാണും? 1300, 1400 വർഷമായിട്ടുള്ളൂ മുഹമ്മദ് ഗസ്നി വന്നിട്ട്. अब तुम समझते हो इस पुरानी दुनिया से हमारा कोई ताल्लुक नहीं है, और धर्म वाले जो आते हैं वह सब बीज बीज के ബൈ പ്ലാന്റ് ഹെ. ഇപ്പൊ നമുക്കറിയാം ഈ പഴയ ലോകമായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ല. ഇവിടെ എന്ത് വേണമെങ്കിലും അടി ഇടി വെട്ട കുത്തൊക്കെ നടന്നുകൊണ്ടിരിക്കും. ഇതൊക്കെ നടക്കും, ഇതെല്ലാം നടക്കേണ്ടതാണ്. വെട്ടിൽ നിന്ന് വെട്ടുണ്ടാകും, അല്ലെ? അപ്പൊ ബാബ പറയുന്നതൊക്കെ സംഭവിക്കും. ഇതുമായിട്ട് നമ്മൾ വലിയ ബന്ധം വയ്ക്കട്ടെ. ഇനി മറ്റു ധർമ്മത്തിൽപ്പെട്ടവരോ, ബാബ പറഞ്ഞു, അത് ഇടയ്ക്ക് വന്ന ബൈ പ്ലാന്റുകളാണ്, അവരുമായിട്ട് നമുക്ക് വലിയ കണക്ഷൻ ഒന്നും ആവശ്യമില്ല. അഭിതോ ഉനോക്കി ബി അന്ത് ഹെ തമോ പ്രധാൻ ഹെ, ഇപ്പോൾ അവരുടെയും അവസാനമായി, മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളൊക്കെ തമോ പ്രധാനം. കിതനി വെറൈറ്റി, എത്ര എണ്ണങ്ങളായി, അല്ലെ? പല പല സെക്ഷൻസ് ആയി. सूर्यवंशी फिर चंद्रवंशी हुए, दो कला कम हुई, फिर दूसरे വെറൈറ്റി ആദ്യ ആയ. സൂര്യവംശത്തിൽ നിന്ന് ചന്ദ്രവംശം, പിന്നെ കലകൾ കുറഞ്ഞപ്പോൾ ബാബ പറഞ്ഞു വെറൈറ്റി ധർമ്മങ്ങൾ വരാൻ തുടങ്ങി. ഈ സമയം ഹൈ ഹി ഭക്തിമാർ, ഈ സമയത്ത് ജ്ഞാനകാലത്തെ കുറിച്ച് ആർക്കും ഒരറിയില്ല. എല്ലാവരും ഭക്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജ്ഞാനസേ ഹോത്താഹി ദിൻ സുഖ്, ബാബ പറഞ്ഞു ജ്ഞാനത്തിലൂടെ സുഖം വരണം, ജ്ഞാനത്തിലൂടെ പകൽ വരണം. ഭക്തി ചെയ്ത് ദുഃഖം കൂടാണ്. എല്ലാ മതത്തിൽപ്പെട്ടവർക്കും ദുഃഖം കൂടുതലാണ്. പണ്ട് നമ്മുടെ നാട്ടിൽ ഇത്ര കൊലപാതകം ഉണ്ടായിരുന്നു, എന്തെങ്കിലും പറഞ്ഞാൽ അപ്പൊ കൊലപാതകം. പ്രസംഗിക്കുന്ന കേട്ടില്ല, അവരൊക്കെ പച്ചാമസം പോലീസുകാരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പച്ചാമസമൊക്കെ അവർ വെട്ടി ദൂരം പബ്ലിക്കായിട്ട് പ്രസംഗിക്കുകയാണ്. സ്നേഹിച്ചു, ഇഷ്ടപ്പെട്ടില്ല, ഉടനെ പെട്രോൾ മേടിക്കുകയാണ്. പമ്പുകൾ ഇഷ്ടംപോലെ ഉണ്ടല്ലോ, ഒഴിച്ച് കത്തിക്കുക, താൻ ഒഴിക്കുക, കത്തുക, ഇതൊക്കെയാണ് ഇപ്പോ. അപ്പൊ ഹൈലി സെൻസിറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ബാബ പറയാണ്, കുട്ടികളെ, അരകൽപ്പം നമുക്ക് പകല് സുഖമാണ്. ഭക്തിസേ ഹോത്തി രാത് ദുഃഖ്, ഈ ഭക്തി ചെയ്ത് ദുഃഖമാണ് രാത്രി കൂടി. ജബ് ഭക്തി പൂരി ഹോ തബ് ഞാൻ മിലെ, ഭക്തി പൂർത്തിയാകുമ്പോൾ ബാബ പറഞ്ഞു ജ്ഞാനം കിട്ടും. അതായത് രാത്രി കഴിയാണ്ട് സൂര്യന് വരാൻ പറ്റത്തില്ല. ജ്ഞാന ദേനെ വാല ഏക ഹി ജ്ഞാനസാഗർ ബാബ ഹെ, ജ്ഞാനം നൽകുന്നത് ഒരേ ഒരു ജ്ഞാനസാഗരനായ ബാബയാണ്. വഹ് കബ് ആത്തെ ഹെ, ശിവജയന്തി കബ് മനായി ജാതി ഹെ യഹ് ഭി കിസ്കോ പതാ നഹി ഹെ, ആ പരമാത്മാവ് എപ്പോൾ വരും, ഈ ശിവരാത്രി എന്നാണ് നമ്മൾ ആഘോഷിക്കാൻ തുടങ്ങിയത്, ബാബ പറയണു ആർക്കും അറിയില്ല. ശിവൻ ആരാണ്, ശിവരാത്രി എന്താണ്, ഒന്നും ആർക്കും അറിയില്ല. എല്ലാവരും ഇരുട്ടി കിടന്ന് തപ്പാണ്. അഭി തുമക്കോ ബാബാബായുടെ സമച്ചാത്തെ ഹേ കി
ഭക്തി കിത്തന സമയം ചലത്തി ഹെ और फिर ഞാൻ കബ മിൽത്താ ഹെ. ഇപ്പോൾ ബാബ നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. സത്യത്രേതായത്തിൽ നമ്മൾ ആത്മബോധത്തിലായിരുന്നു, നമ്മൾ ദൈവത്തിന് തുല്യമായിരുന്നു. അപ്പൊ ദൈവത്തെ വിളിക്കേണ്ട കാര്യമില്ലായിരുന്നു. അവിടെ നമ്മൾ താഴേക്ക് പോയി ദ്വാപരത്തിൽ. അപ്പൊ നമുക്ക് ദുഃഖങ്ങൾ ആരംഭിച്ചു. അവിടെ മുതലാണ് നമ്മൾ ഭക്തി ആരംഭിച്ചത്. ആ ഭക്തി എത്ര നാൾ നടക്കും, എപ്പോൾ നമുക്ക് ജ്ഞാനം കിട്ടും? ആദ്യ കൽപ്പസേ യഹ് ഭക്തിമാർഗ ചൽത്താഹി ആയാഹി. അരകൽപ്പമായിട്ട് ഈ ഭക്തിമാർഗമാണ് നടന്നു വരുന്നത്. സത്യയുഗ ത്രേതാമ്യം യഹ് ഭക്തിമാർഗത്തെ ചിത്ര ആദി കുച്ച് ഭി ഹോത്തെ നഹി. സത്യത്രേതായത്തിൽ ഭക്തിമാർഗത്തിലെ വിഗ്രഹങ്ങള്, അമ്പലങ്ങള്, പടങ്ങള്, കീർത്തനങ്ങള്, ബൈബിള്, ഖുറാന്, ഗീത, വേദങ്ങൾ, പുരാണങ്ങൾ ഒന്നും ഉണ്ടാവില്ല. മനുഷ്യൻ പൂർണ്ണ സ്വതന്ത്രനാണ്. ഭക്തിക്ക അംശബി നഹി രഹത്ത. കാരണം ഭക്തിയുടെ യാചനയുടെ ഒരു അംശം പോലും അവിടെ ഉണ്ടാവില്ല. അബ് കലിയുക അന്ത് ഹെ തബ് ഭഗവാൻ കോ ആന പടുത്താ ഹെ. ഈ ദ്വാപരം മുതൽ ഭക്തി ചെയ്ത് ഇപ്പോൾ ഭക്തിയുടെ അവസാനമായി. അതായത് അത്രയും നമ്മൾ അധീനരായി, യാചകരായി, തമോപ്രധാനമായി, ഇരുട്ട് പിടിച്ചവരായി, കലി പിടിച്ചവരായി. അപ്പോൾ ഈശ്വരന്മാരാണ്. ബീജമേ കിസ്കോ ഭഗവാൻ മിൽത്താഹി നഹി. ഇടയ്ക്ക് വെച്ച് ആർക്കും ഈശ്വരനെ കിട്ടുന്നില്ല. കഹദേഹി പദാനഹിം കിസ് രൂപമേം ഭഗവാൻ മിലേക. ഭക്തർ ഇപ്പോഴും പറയുന്നുണ്ട് ഏത് രൂപത്തിലായിരിക്കും ഭഗവാൻ വരുന്നതെന്ന് അറിയില്ല. ഗീത കാ ഭഗവാൻ അഗർ കൃഷ്ണ ഹിത്വ വകുപ്പ് കബ് ആയെങ്കിൽ രാജയോഗ സിഖാന്. ശരി, ഗീതയുടെ ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. ശരി, എന്നാ കൃഷ്ണൻ അതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ വീണ്ടും വീണ്ടും വരുമെന്ന്. എപ്പോ വരും? ബാബു പറഞ്ഞു എപ്പോ വരും? ഈ ഗീത കൃഷ്ണനെന്ന് പറഞ്ഞവര് പറയും എപ്പോഴാണ് ശ്രീകൃഷ്ണന് വരാൻ പോകുന്നത്? ഇല്ല. അപ്പൊ അവര് പറയും അത് പണ്ട് വന്ന കാര്യം, 9 അവതാരം നടന്ന കാര്യമാണ് പറയുന്നത്. പറയും ഒരാൾക്കും ഒരു വെളിച്ചവും ഇല്ല. മനുഷ്യർക്ക് കുച്ചുപി പദാ നഹി. മനുഷ്യർക്ക് ഒന്നും അറിയില്ല. നമ്മൾ ആണായിട്ട് ഒന്നും അറിയില്ല. ഒന്നും അറിയാത്തവരടുത്ത് പോയി പഠിക്കണേ എന്തിനാ? ഭക്തിമാർഗ് ബിൽക്കുൽ ഹി അലഗ് ഹെ. ഞാൻ ബിൽക്കുൽ അലഗ് ഹെ. ഭക്തിമാർഗം ബാബ പറഞ്ഞു തികച്ചും വേറൊരു സാധനമാണ്. ജ്ഞാനം തികച്ചും വ്യത്യസ്തമാണ്. ഭക്തിയുടെ യാതൊരു ചിഹ്നങ്ങളും ഇതിനകത്തില്ല. യാചന പാടില്ല, അയ്യോ ദൈവം എന്ന് വിളിക്കാൻ പാടില്ല, ഭഗവാനെ എന്ന് വിളിക്കാൻ പാടില്ല, ഭസ്മകുലിയുടെ ആവശ്യമില്ല, വേണേ തൊട്ട കുഴപ്പമൊന്നുമില്ല, ഊണൂലിടേണ്ട കാര്യമില്ല, വേദം പഠിക്കേണ്ട കാര്യമില്ല. ബാബ പറഞ്ഞു ഭക്തി മാർഗത്തിൽ ഒന്നും ജ്ഞാനമാർഗത്തിലില്ല. ഗീതാമേഹേ ഭഗവാനുവാച. ഗീതയിൽ ഭഗവാനുവാച എന്നുണ്ട്. ഗാതേ ബിഹേ ഹേ പതിത് പാവൻ ആവോ. എല്ലാവരും വിളിക്കുന്നുണ്ട് ഹേ പതിത പാവന വരൂ. ഏക തരഫ് പുകാർത്തെ രഹത്തെ ദൂസരെ തരഫ് ഗംഗാസ്നാൻ കരണേ ജാൻ. ഒരു ഭാഗത്ത് പതിത പാവന വരൂ എന്ന് പറഞ്ഞ് വിളിക്കുകയും ചെയ്യും, മറുഭാഗത്ത് ബാബറിനും പതിത പാവനെ ഗംഗ എന്ന് പറഞ്ഞ് അവിടെ പോയി മുങ്ങുകയും ചെയ്യും. നിശ്ചയ കുച്ചുബി നഹി ഹേക്ക് പതിത് പാവൻ പരമാത്മാക്വാൻ ഹേ. അപ്പോൾ പതിത പാവന എന്ന് വിളിച്ചാൽ ബാബർ വല്ല നിശ്ചയമുണ്ടോ? പിന്നെ എന്തിനാ ഗംഗയിൽ പോയി കുളിക്കുന്നത്? നിശ്ചയമില്ല. തും ബച്ചോംകോ അഭിജ്ഞാനമില്ല. ഇപ്പോൾ കുട്ടികളായി നമുക്ക് എല്ലാ കാര്യങ്ങളുടെയും അറിവ് വെളിച്ച് നമുക്ക് കിട്ടും. തും ജാനത്തെ ഹോ അഭിഹം യോഗബൽസേ സദ്ഗതി കോ പാത്തേ ഹേ. ഇപ്പൊ നമുക്കറിയാം ജ്ഞാനത്തിലൂടെ, യോഗബലത്തിലൂടെ നമ്മൾ സദ്ഗതി നേടും. ബാബ കഹത്തെ ഹേ മാം ഏകം യാദ് കരോത്തോ വികർമ്മ വിനാശുക്കോ. ഇതാണ് ജ്ഞാനവും യോഗവും. ബാബ പറയാണ് എന്നെ മാത്രം ഓർമ്മിക്കൂ എങ്കിൽ വികർമ്മങ്ങൾ നശിക്കും. സദാ ബാബയുടെ ഓർമ്മ. പരന്ധാമം, പരന്ധാമത്തിൽ ബാബ. വേറെ ഭക്തിമാർഗത്തിൽ ധാരാളം കാര്യങ്ങളുണ്ട്. ബാബറിനൊക്കെ വിട്ടുകളാം. അതൊക്കെ വേണേ ചടങ്ങ് പോലെ ചെയ്തു പുറത്ത്. ബാബർ അകത്ത് എന്നെ ഒരാളെ മാത്രം ഓർമ്മിക്കണം. मैं गारंटी करता हूँ पतित पावन बाप कहते हैं मैंने 5000 वर्ष पहले भी ऐसे कहा था कि हे बच्चे देख सके देख के सब संबंधों से बुद्धियोग तोड़ मुझे याद करो. ബാബ ഉറപ്പ് പറയാണ് കുട്ടികളെ വികർമ്മങ്ങൾ വിനാശമാകും. പതിത പാവനനായ ബാബ പറയാണ് ഞാൻ 5000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇതേപോലെ പറഞ്ഞിരുന്നു. കുട്ടികളെ ദേഹസഹിതം ദേഹത്തിന്റെ സകല ധർമ്മങ്ങളിൽ നിന്നും ഉദ്യോഗം വിടുവിച്ച് എന്നെ നിരന്തരം ഓർമ്മിക്കൂ. സർവധർമാൻ പരിത്യജ മാം ഏകം ശരണം വ്രജ എന്ന് കഴിഞ്ഞ കൽപ്പത്തിൽ ഞാൻ പറഞ്ഞിരുന്നു. 5000 കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞു. 2500 വർഷം കഴിഞ്ഞപ്പോൾ വ്യാസമഹർഷി സംസ്കൃത ശ്ലോകങ്ങളായിട്ട് എഴുതി. ബാബ പറഞ്ഞ ഹിന്ദിയിലാണ്. നമ്മൾ അവിടെ മുതൽ വായിക്കാൻ തുടങ്ങി. വായിച്ച് ഇരുട്ട് കൂടി. അപ്പോൾ ബാബ വീണ്ടും വന്ന് പറയാണ് 5000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ ഇതുപോലെ പറഞ്ഞിരുന്നു. ഏഹ് ഗീതാക്കെ മഹാവാക്യഹേ. അത് ഗീതയുടെ മഹാവാക്യമാണ്. പരന്തു ഗീത മെമ്നെ കബ് സുനായി ഏഹ് കിസ്കോ മാലും നഹി. പക്ഷെ എന്നാണ് ഞാൻ ഗീതാജ്ഞാനം കൊടുത്തത്? ആർക്കും അറിയില്ല. മേം ബദലാത്താഹും കി 5000 വർഷ പഹലെ മെമ്നെ തുമക്കോ ഗീത സുനായി ഥി. ഞാൻ പറഞ്ഞു തരികയാണ് 5000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ ഗീതാജ്ഞാനം കേൾപ്പിച്ചിരുന്നു. ഈ സമയം സാര മനുഷ്യ സൃഷ്ടി രൂപി ജാഡ് ജഡ്ജഡീഭൂത അവസ്ഥ കോ പായാ ഹുവാ ഹെ. ഈ സമയത്ത് ഈ മനുഷ്യ സൃഷ്ടി വൃക്ഷം മുഴുവൻ ജീർണിച്ചു. 5000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു തേർഡ് വേൾഡ് വാർ ഉണ്ടായി, മഹാഭാരത യുദ്ധം ഉണ്ടായി. ആ സമയത്ത് സൃഷ്ടി വൃക്ഷം ജീർണിച്ചിരിക്കായിരുന്നു. എല്ലാവരും പരസ്പരം അടിച്ചുകൊണ്ടിരിക്കായിരുന്നു. ബാബ വന്നു, നമ്മളെ പഠിപ്പിച്ചു. പിന്നീട് അത് എഴുതി. അവർ 5000 വർഷമായി. ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. തുംകോ ബി അബ് ബാപ്പിനെ ആക്കർ ഡ്രാമക്കെ ആദ്യ മധ്യന്തിക്ക സാരേ ചക്രക്കാരാ സമഛായ ഹെ. ബാബ പറയാണ് കഴിഞ്ഞ കൽപ്പത്തിൽ ഞാൻ നിങ്ങൾക്ക് തന്നെ ആയിരുന്നു.
ഈ ഡ്രാമയുടെ ആദിമധ്യാന്തത്തിന്റെ ഈ ചക്രത്തിന്റെ രഹസ്യം മുഴുവൻ മനസ്സിലാക്കി തന്നത്. ബാബ തോ ജരൂർ അന്തമേഹി ആയേക്കാന, ബാബ തീർച്ചയായിട്ടും അവസാനമല്ലേ വരുള്ളൂ. സൂര്യൻ എപ്പോൾ ഉദിക്കുന്ന രാത്രി വരാൻ പറ്റത്തില്ല. സൃഷ്ടിയുടെ അവസാനമാകുമ്പോൾ ബ്രാഹ്മമുഹൂർത്തത്തിലാണ് ഭൂമി സൂര്യന്റെ നേരെ തിരിയുന്നത്. തും ജാൻതേ ഹോ നയി ദുനിയാ കി സ്ഥാപന പുരാനി ദുനിയാ കാ വിനാശ് കൈസെ ഹോ രഹാ ഹൈ. ഇപ്പൊ നമുക്ക് മനസ്സിലായി പുതിയ ലോകത്തിന്റെ സ്ഥാപനയും പഴയ ലോകത്തിന്റെ വിനാശവും എപ്പോൾ എങ്ങനെ സംഭവിക്കും. അബ് തുമാരി ബുദ്ധി മേ ഹേ കി ഹം നയി ദുനിയാ സ്വർഗ്ഗക്കെ മാലിക് ബനേംഗെ. ഇപ്പോൾ നമ്മുടെ ബുദ്ധിയിലുണ്ട് നമ്മൾ പുതിയ ലോകം സ്വർഗത്തിന്റെ അധികാരികളാകും. ഏഹ് രാജയോഗ ഹേ തോ ഫിർ ഹം പ്രജാ ക്യോം ബനെ. ഇത് രാജയോഗമാണ്, പിന്നെ നമ്മൾ ഇതിന്റെ പ്രജകളാകും. ബാബറോ രാജയോഗം എന്ന് വെച്ചാൽ രാജാക്കന്മാരെ ഉണ്ടാക്കാനോ. അപ്പൊ നമ്മളൊരു ടാർഗറ്റ് വെക്കണം, നമുക്ക് രാജാവാകണം. ജബ് മമ്മ ബാബ രാജാറാണി ബനത്തെ ഹേ തോ ഹം ഭി ക്യോം രാജാറാണി ബനെ. മമ്മയ്ക്കും ബാബയ്ക്കും അവർ സാധാരണക്കാരല്ലേ, അവർ ഇത്ര അസാധാരണക്കാരൊന്നുമില്ലല്ലോ. അപ്പൊ മമ്മയ്ക്കും ബാബയ്ക്കും രാജാറാണി ആകാമെങ്കിൽ നമുക്ക് എന്തുകൊണ്ടായിക്കൂടാ. മമ്മ തോ ജവാൻ തി ഏക് ബാബ തോ ബൂഢാ ഹി ഫിർ ഭി സബ്സെ ഊഞ്ച് പഠിത്തേ രഹത്തെ ഹേ ന. മമ്മ ചെറുപ്പക്കാരിയായിരുന്നു. ബ്രഹ്മബാബ പറയാണ് ഞാനൊരു വൃദ്ധനാണ്, പക്ഷെ ഞാൻ ഉയർന്ന് പഠിച്ച് നേടിയില്ലേ. അപ്പോൾ വൃദ്ധർക്കും നേടാം, കുമാരിമാർക്കും നേടാം, കുമാരന്മാർക്കും നേടാം, ചെറുപ്പക്കാർക്കും നേടാം, ആർക്കും വേണമെങ്കിലും ഉയർന്ന പദവി നേടാം. ജവാൻ തോ സബ്സെ ദീക്കെ ഹോനെ ചാഹിയെ ന. ചെറുപ്പക്കാരല്ലേ വേഗം മുന്നോട്ട് പോകേണ്ടത്. ബാബ കാത്തെ സിർഫ് മുझे യാദ് കർ. അതിനെന്താ ചെയ്യേണ്ടത്? ബാബ പറഞ്ഞു കേവലം എന്നെ ഓർമ്മിച്ചാൽ മതി. ജിത്തന ഹോ സക്കെ, സാധിക്കുന്നിടത്തോളം ബാബയെ ഓർമ്മിച്ചാൽ മതി. ബാക്കി സബ്കോ ഭൂൽ ജാओ. ബാബ പറഞ്ഞു എന്നെ ഓർമ്മിക്കുക എന്ന് പറയുമ്പോൾ ബാക്കി എല്ലാം മറക്കണം. പുരാനി ദുനിയാസെ വൈര, പഴയ ലോകത്തോട് നമുക്കൊരു വൈരാഗ്യം ഉണ്ടാകണം. ജൈസെ നയ മക്കാൻ ബനതാ ഹെ തോ ബുദ്ധി ഉസ് തരഫ് ചലി ജാതി ഹെ ന. ബാബ പറയാണ് ഒരു പുതിയ കെട്ടിടം വയ്ക്കുമ്പോൾ നമ്മുടെ മനസ്സ് മുഴുവൻ അതിനകത്തായിരിക്കും അല്ലെ. പുതിയത് അങ്ങനെ ഭംഗിയാക്കാന്നായിരിക്കും വിചാരം. പഴയത് എന്തായാലും ഇടിച്ചു കളയാൻ പോകാണ്. വഹ് ആംഖോം സെ ദേഖാ ജാത്ത, അത് കണ്ണുകൊണ്ട് കാണാൻ പറ്റും. ഏത് ബുദ്ധി സെ ജാനത്തെ. പക്ഷെ പുതിയൊരു ലോകം വരുന്ന കാര്യം ബുദ്ധി കൊണ്ട് അറിയാനേ പറ്റും. അപ്പൊ നമ്മൾ ആദ്യമേ ബാബ സ്വർഗത്തിലേക്ക് അങ്ങനെ കാണിച്ചു തരാൻ എളുപ്പമുണ്ടായിരുന്നു. ബാബ പറഞ്ഞു അത് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാനേ പറ്റുള്ളൂ. ബഹുത്വംക്കോ സാക്ഷാത്കാർ ബി ഹോത്താഹെ, ധാരാളം പേർക്ക് സാക്ഷാത്കാരവും കിട്ടുന്നുണ്ട്. ബരോബർ വൈകുണ്ഠ പാരഡൈസ് ഹെവൻ ബി കാത്തെ. ആ ലോകത്തെ ബാബ പറഞ്ഞു വൈകുണ്ഠം, പാരഡൈസ്, ഹെവൻ, ബഹിസ്ത്, അല്ലാഹുവിന്റെ തോട്ടം, ഏദൻ തോട്ടം, പല പേരുകൾ വിളിക്കും. ജരൂർ കബ് ധാന, അപ്പോൾ എന്തെങ്കിലും ഒരിക്കലും ഉണ്ടായിരുന്നല്ലോ. അഭിനഹി, ഇപ്പോഴില്ല. അഭി ഫിർ തും രാജായി പ്രാപ്ത് കർണേ കെ ലിയെ രാജയോഗ സ്വീകരിക്കൂ. ഇപ്പോൾ ആ രാജ്യമില്ല, ആ രാജ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ രാജ്യത്തിലെ രാജാവാകുന്നതിന് വേണ്ടി നമ്മൾ പുരുഷാർത്ഥം ചെയ്യാം. രാജാവാകാനല്ലേ പുരുഷാർത്ഥം, അതോ പ്രജയാകാൻ? എന്തുപോലെ കാര്യം ഉണ്ടാക്കും. രാജാവാകാൻ കാലുകാലൊക്കെ ആയിട്ടിരിക്കും. രാജാവാക എന്നെ നിരന്തരം ഓർമ്മിച്ചുകൊണ്ടിരിക്കണം, നിരന്തരം ഓർമ്മിക്കണം. പഹലി പഹലി മുഖ്യ ബാത്ത് ഹി ഏകഹേ ശിവ ഭഗവാൻ. ഇതിൽ ഏറ്റവും പ്രധാന കാര്യം എന്താണ്? ആരാണ് സംസാരിക്കുക? അത് ആദ്യം നിശ്ചയം വേണം. ശിവ ഭഗവാൻ മഹാകാലാണ് സംസാരിക്കുക. കൃഷ്ണത്തോ ഭഗവാൻ ഹോ ന സകേ, കൃഷ്ണൻ ഭഗവാൻ ആകില്ല. വഹത്തോ പൂരെ 84 ജന്മ ലേത്തെ ഭഗവാൻ തോ ജന്മ മരണമേം ആ ന സകേ, യഹത്തോ ബഡാ സാഹികെ. പരമാത്മാവ് ജനന മരണ ചക്രത്തിൽ വരാത്ത ആൾ, കൃഷ്ണൻ ഏറ്റവും കൂടുതൽ ജന്മമെടുത്ത ആൾ. ബാബ പറയാണ് ഇതൊക്കെ നേരെ ചൊവ്വയുള്ള കാര്യങ്ങളല്ലേ. ശ്രീകൃഷ്ണൻ ശ്യാമസുന്ദരൻ, പതിത പാൻ വിളിക്കുന്ന ആരെയാണ്? ഗോപേശ്വരനുണ്ട്, രാമേശ്വരനുണ്ട്. കൃഷ്ണ ക വഹരൂപ് സത്യോമേൻ ജോധ വഹുത്തോൻ സകൻ. ആളുകൾ ശ്രീകൃഷ്ണൻ വരുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ശ്രീകൃഷ്ണന്റെ ആത്മാവാണ് ഈ ബ്രഹ്മബാബ. ഇത് ആളുകൾ വരിക്കുന്ന ശ്രീകൃഷ്ണ രൂപത്തിൽ വരുമെന്ന് ബാബ പറയുന്ന കുട്ടികളെ ആ ഒരൊറ്റ ജന്മത്തിലെ കൃഷ്ണരൂപം ഉണ്ടാവുള്ളൂ, വേറെ ഒരു ജന്മത്തിൽ ആ രൂപം ഉണ്ടാവില്ല. പുനർജന്മ ലേത്തെ ലേത്തെ നാമരൂപ ബദൽ ജാത്ത. ഓരോ ജന്മത്തിലും പുനർജന്മം എടുക്കുമ്പോൾ നാമരൂപങ്ങൾ മാറി മാറി കൽപ്പാവസാനം ബ്രഹ്മാവിന് ആ ഇരിക്കുന്നത് ആരാണ്? അകത്തിരിക്കുന്നത് ആരാണ്? ശ്രീകൃഷ്ണാൽപ്പല്ലേ. ബ്രഹ്മാവിനെ അകത്തിരിക്കുന്നത് ശിവനുണ്ട്, പക്ഷെ ബ്രഹ്മാവ് ശരിക്കാരാണ്? ശ്രീകൃഷ്ണനാണ്. അപ്പോൾ ശ്രീകൃഷ്ണനാണ് ഈ കാര്യങ്ങൾ മുഴുവൻ ചെയ്യുന്നത്. ശിവബാബ ചെയ്യിപ്പിക്കുന്നു, ചെയ്യുന്നത് ശ്രീകൃഷ്ണൻ. അതുകൊണ്ടാണ് പുരാണത്തിൽ ബ്രഹ്മബാബയുടെ പേരിൽ പുരാണം എഴുതാൻ പറ്റുമോ? കൃഷ്ണന്റെ പേരിൽ എഴുതി വെച്ചു. അതുപോലെ ഈ ഇരിക്കുന്നത് നമ്മളൊക്കെ ദേവതകളാണ്. അപ്പൊ ഇതിനകത്തിരിക്കുന്നത് ആത്മാവാണ്. ഈ ആത്മാവ് ദേവതകളായിരുന്നു. അപ്പൊ നമ്മുടെ ഡ്രസ്സ് ഏതാണ്? ലൈല സിസ്റ്റർ ഭയങ്കര ഒരു ദേവിയായിരുന്നിരിക്കണം അല്ലെ, പക്ഷെ ഇപ്പൊ ഏത് രൂപത്തിലിരിക്കുന്നത്? ആത്മാവ് സാധാരണ രൂപത്തിലാണ് ഇരിക്കുന്നത്. പക്ഷെ അതിനകത്തിരിക്കുന്ന ആത്മാവ് ആരായിരുന്നു? അപ്പൊ അവരിപ്പോ വിചാരിക്കുന്ന ആ ദേവീ ദേവനൊക്കെ ഇപ്പൊ വരുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബാബ പറഞ്ഞ കുട്ടികൾ ഇത് ഗുപ്തമായിട്ട് നടക്കുന്ന കാര്യമാണ്. ദേവീ ദേവതകളാണ് ഇരിക്കുന്നത്, ദൈവവും ഉണ്ട് കൂടെ. പക്ഷെ വേഷം വേറെ ആയതുകൊണ്ട് സ്ഥൂല ദൃക്കുകൾക്ക് ഇത് മനസ്സിലാകുന്നില്ല. ഈ സമയം വഹ് ആത്മാവി തമോ പ്രധാൻ. ഈ കൃഷ്ണന്റെ ആത്മാവ് ഇപ്പോൾ തമോ പ്രധാനമായി. കൊയ് കഹേ കൃഷ്ണ ദ്വാപരമേ ധേ പരന്തു ഉൻകാ വഹ് രൂപത്തോ ദ്വാപരമേ ഹോനസം. ചിലര് പറയും കൃഷ്ണൻ ദ്വാപരത്തിലുണ്ടായിരുന്നു. ബാബ പറഞ്ഞു കൃഷ്ണന്റെ ആത്മാവ് ദ്വാപരത്തിലുണ്ടായിരുന്നു, പക്ഷെ കൃഷ്ണന്റെ രൂപത്തിൽ ശരീരമൊന്നും ഉണ്ടാവില്ല.
ദ്വാപരമേം പദ്ധതിസെ പാവൻ ബനാനെ അനഹിയ സക്ത. ദ്വാപരയുഗത്തിൽ വീണ്ടും കലിയുഗം കിടക്കാണ്. ബാബയ്ക്കാണ് ദ്വാപരയുഗത്തിൽ വന്നിട്ട് എന്ത് ചെയ്യാൻ? പതിതരെ പാവനമാക്കാൻ പറ്റുമോ? വീണ്ടും രാത്രി കിടക്കല്ലേ, 10 മണിക്ക് നേരം വെളുക്കും. കൃഷ്ണത്തോ സത്യവുമേ രഹത്. ഇതൊക്കെ എന്തിനാ ബാബ പറഞ്ഞിരുന്നത്? നമുക്ക് നിശ്ചയം വരാൻ വേണ്ടിയിട്ടാണ്. ശ്രീകൃഷ്ണൻ സത്യയുഗത്തിലേ ഉണ്ടാവുള്ളൂ. ഉൻകോ പതിത് പാവൻ കഹാ നഹിം ജാ സക്ത. ശ്രീകൃഷ്ണനെ പതിത പാവൻ എന്ന് വിളിക്കാൻ പറ്റത്തില്ല, ആരും വിളിക്കാറ്. ഗീത കാ ഭഗവാൻ കൃഷ്ണ നഹീം ശിവഹേ. ഗീത ജ്ഞാനം എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ജ്ഞാനം എല്ലാത്തിനെയും പവിത്രമാക്കാൻ എന്ന് പറയുന്നു, പതിതരെ പാവനമാക്കാനാണ്. അപ്പൊ ബാബ പറയണു, കുട്ടികളെ അത് ശിവൻ നൽകിയ ജ്ഞാനമാണ്, ശ്രീകൃഷ്ണൻ നൽകിയ ജ്ഞാനമല്ല. വഹ് ആതേബി ജരൂർ. തീർച്ചയായിട്ടും അമ്മയുടെ ഗർഭത്തിൽ പിറക്കാത്തവൻ തീർച്ചയായിട്ടും വരുന്നുണ്ട്. ഇന്ന് നമ്മുടെ സംവാദം ഇറക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ മെയിൻ ശ്ലോകം ഇതാണ്: അജോബിസൻ ഔവയാത്മാ ഭൂതാനാം ഈശ്വരോബിസൻ. ഞാൻ അമ്മയുടെ ഗർഭത്തിൽ പിറക്കാത്തവനാണ്, പക്ഷെ സർവഭൂത മഹേശ്വരനാണ്. ബാബ പറയാണ്, കുട്ടികളെ ശിവരാത്രി ആഘോഷിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ ഒരു രഥത്തിൽ പ്രവേശിച്ചിട്ടുണ്ട്. കുതുബി കാത്തേമേ സാധാരണ തന്മേം ആത്താഹും ജിൻകാ നാം ബ്രഹ്മ രഹത്താഹും. സ്വയം പറയുകയാണ്, അതായത് ബാബ പറയുകയാണ്, ഞാൻ ഈ ദേഹത്തിനകത്ത് ഇരിപ്പുണ്ട്, ഞാനാണ് ഈ പറയുന്നത്. ഈ രഥത്തിന്റെ പേരാണ് ബ്രഹ്മാവ്. ബ്രഹ്മ ദ്വാര വിഷ്ണുപുരിക്ക് സ്ഥാപന ഹോത്തി. ബ്രഹ്മാവിലൂടെ വിഷ്ണുപുരിയുടെ സ്ഥാപന. മഹാഭാരതത്തിലെ ഡൈബി സാമനക്കളി. ഈ ഗീതാജ്ഞാനം കൊടുത്തു കഴിയുമ്പോൾ മഹാഭാരത യുദ്ധം ഉണ്ടാവും. അപ്പൊ മഹാഭാരത യുദ്ധക്കളത്തിലാണ് ഗീതാജ്ഞാനം. നോളജ് അച്ചി തരം ബുദ്ധിമേ യാതൊരു. ഈ ജ്ഞാനം നല്ല രീതിയിൽ ബുദ്ധിയിൽ വയ്ക്കും. ബുദ്ധിമേം യാതൊരഹേക്ക് സ്റ്റുഡന്റ്. എപ്പോഴും ഒരു വിദ്യാർത്ഥിക്ക് വേണ്ട ഗുണം എന്താ? ഞാൻ വിദ്യാർത്ഥിയാണ് ഒരു വിചാരം. പഠിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കരുത്. ഞാൻ പഠിച്ചുകൊണ്ട്, ഏത് വിദ്യക്കാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വണ്ടി ഓടിക്കുന്നവരാണ്, ഞാൻ പഠിച്ചു കഴിഞ്ഞു വെച്ചാൽ അശ്രദ്ധ വരും, വണ്ടി എവിടെയെങ്കിലും പോയിട്ടിരിക്കും, അല്ലെ? അപ്പൊ എപ്പോഴും എന്താ, ജീവിതം മുഴുവൻ എന്താണ്? പഠിത്തമായിരിക്കും. എന്തെങ്കിലുമൊക്കെ പഠിച്ചു, ആവശ്യമില്ലാത്തതല്ല. അപ്പൊ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റുഡന്റ് ആണെന്നൊരു വിചാരം എപ്പോഴും ഉണ്ടാവണം. ബാപ്പ് പടാരഹാഹെ. ഈശ്വരൻ നമ്മളെ പഠിപ്പിക്കാം. എപ്പോഴും ഒരു വിചാരം ഉണ്ടാവണം, ദൈവം നമ്മളെ പഠിപ്പിക്കുകയാണ്. ബാക്കി ധോടാ സമയം, ഇനി പഠിക്കാനൊന്നും അധികം സമയമില്ല, കുറച്ചും കൂടി നാളുള്ളൂ. ഒരു ബാബ ഹംകോ വാപ്പിസ് ലാജായി. പഠിത്തം കഴിയുമ്പോഴോ ബാബ നമ്മളെ മടക്കി കൊണ്ടുപോകും. ജോ അപ്പനേക്കോ ഊഞ്ച് ബനായെങ്കിൽ വഹി ഊഞ്ച് പത് പായെങ്കിൽ. ആരാണോ തന്നെ ഉയർന്നവരാക്കുന്നത് അവര് ഉയർന്ന പദവി നേടും. പരന്തു മായ ഐസിഹെ ജോ ഏകദം തവായി ബനാതെ. പക്ഷെ മായ അങ്ങനെയുള്ള ഒരു സാധനമാണ്, നമ്മളെ ചൂടുള്ള ദോശക്കല്ലാക്കും. ചൂടുള്ള ദോശക്കല്ലിൽ വെള്ളം ഒഴിച്ചാൽ പറ്റിപ്പോകുന്നത് പോലെ ഈ ജ്ഞാനം തലയിൽ കയറിയിട്ടുണ്ടെങ്കിൽ അത് പോവുക. താല്പര്യമില്ല, ഉത്സാഹമില്ല, ലഹരിയില്ല. കൈ ബച്ചോംകോ സർവീസ് കാ ബഹുത് ശൗകര്യ. ചില കുട്ടികൾക്ക് സേവനത്തിന് നല്ല താല്പര്യമുണ്ട്. പറഞ്ഞു കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് കേൾക്കാൻ താല്പര്യമുണ്ടാവും. അവനൊരു ബന്ധമുണ്ട്. കൊടുക്കണമെന്ന് വിചാരമുള്ളവർക്ക് ആയുധം വേണം. അപ്പൊ അവർ ശ്രദ്ധയോടുകൂടി കേൾക്കും. ചോട്ടെ ചോട്ടെ ഗാവമേ പ്രൊജക്ടർ ലെക്കർ സർവീസ് കരേ. ബാബ പറഞ്ഞു, കൊച്ചു കൊച്ചു ഗ്രാമങ്ങളിലുണ്ടല്ലോ, അവിടെ പോയി പ്രൊജക്ടറും പ്രദർശനിയൊക്കെ ആയിട്ട് പോകണം. ഇപ്പൊ അമ്പലങ്ങളൊക്കെ തുടങ്ങിയില്ലേ, ഇനി നമുക്കും തുടങ്ങിയാലും പ്രദർശനിക്ക് വരുമോ? ആര് വരാൻ? ബഹുത് പ്രജാ ബനാത്തെ. ബാബ പറഞ്ഞ പ്രദർശനിയൊക്കെ വെച്ച് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവരെല്ലാം നമ്മുടെ പ്രജകളായിക്കോളും. അപ്പൊ നമുക്ക് അവിടെ ഒരു ചെറിയ പദവിയും കിട്ടും. ഒരു പഞ്ചായത്ത് പ്രസിഡന്റിൽ ആവണ്ട, എന്ത് പറയുന്ന നിരാമതി, ഏറ്റവും കുറഞ്ഞൊരു വാർഡ് മെമ്പറെങ്കിലും ആവണ്ട. അവിടെ എന്ത് പറയുന്ന ലൈല സിസ്റ്റർ. ബാബ പറഞ്ഞ പ്രദർശനിയൊക്കെ വായിക്കണ്ട, അതേ വരും സത്യത്തിൽ പൂച്ച. ബഹുത് പ്രജാ ബനാത്തെ ഹെത്തോ ഖുദ് ജരൂർ രാജാ ബനേങ്കി. ധാരാളം പേരെ പ്രജകളാക്കിയാല് അത് മുരളി കേട്ടോട്ടെ, തടസ്സം ഉണ്ടാക്കണം. പൂച്ച ബ്രാഹ്മണനാന്ന് പറയും. നമ്മളൊക്കെ എന്നാ പുറത്താകുന്നത്? ബാബ പറയാണ്, ഈ പ്രദർശനിയൊക്കെ വെച്ച് ധാരാളം പേരെ കോഴ്സൊക്കെ എടുത്ത് ധാരാളം പേരെ പ്രജകളാക്കിയാലേ രാജാവാകുള്ളൂ. നമ്മൾ വിചാരിച്ച് നമുക്ക് നേരെ രാജപദവി കിട്ടണം, ഇവിടെ സേവനം ചെയ്യില്ല. ഗൃഹസ്ഥ വ്യവഹാരമേ രഹത്തെ പവിത്രമേ രഹനായി. കുടുംബജീവിതത്തിൽ പവിത്രമായും കഴിയണം. ബഹുത് മെഹനത്ത് കർമ്മി. ബാബ പറഞ്ഞു, നന്നായിട്ട് പരിശ്രമിക്കണം. മാതായും പവിത്ര ബനത്തേഹ്യത്തോ പതി ബനനഹിയും ദേഹത്തോ ചകടാഭി ചലത്ത. മാതാക്കൾ പവിത്രമായി ജീവിക്കാൻ വിചാരിക്കുമ്പോൾ ഭർത്താക്കന്മാര് സമ്മതിക്കില്ല, ബഹളം ഉണ്ടാവും. സന്യാസി ബുദ്ധ പവിത്ര ബനത്തെ തോ സ്ത്രീക്കോ ചോട് ദേത്തെ. എന്നാൽ സന്യാസിമാർക്ക് പവിത്രമായി ജീവിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ അവർ ഭാര്യയൊക്കെ ഉപേക്ഷിച്ചു. തുരൻകോ പോയി കുച്ചിനഹിയും കാത്താക്കി അപ്പനെ രചനക്കോ ചോദിക്കോ ഭാഗത്തേവും. ആരെങ്കിലും അവരോട് ചോദിക്കാനുണ്ട്, നിങ്ങൾ ഈ ഭാര്യയും മക്കളൊക്കെ വിട്ടു പോകേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കാൻ ആരും? ബാബ പറയണു, ആണുങ്ങളോട് ചോദിക്കാൻ ആരും. പവിത്ര ബനനെ കെലിയെ കൊയ്യ മനനഹിയും കർസക്കാം. അദ്ദേഹത്തിന് പവിത്രമായി ജീവിക്കണമെന്ന് തോന്നി, അദ്ദേഹം അത് വിട്ടിട്ട് പോയി. ഹം കിസ്കോ ഘർബാർ ചോടനെ കെലിയെ കാത്തിനഹി. പക്ഷെ ബാബ പറയണം, ഞാൻ ആരോടും വീടിനും വിട്ടു പോകാൻ പറഞ്ഞിട്ടില്ല. സിർഫ് കഹത്തെ പവിത്ര ബനന ചാഹിയത്തോ ഇസ്മേ മനാക്കോ നഹി ചാഹി.
ബാബ ഇതേ പറയുന്നുള്ളൂ, കുടുംബ ജീവിതത്തിൽ പവിത്രമായി കഴിയണം. അത് തടുക്കേണ്ട കാര്യം എന്താ? പരന്തു ഇസ്മേ താക്കത്ത് ബഹുത്ത് ചാഹിയെ ബാത്ത് കരണേ. എന്നാൽ പറയാനായിട്ട് നല്ല ധൈര്യം ഉണ്ടായിരിക്കണം. ഭഗവാൻ വാജ് തും പവിത്ര ബനേങ്കെ തോ പവിത്ര ദുനിയാ കാ മാലിക് ബനേങ്കെ. ഭഗവാൻ പറയുകയാണ്, നിങ്ങൾ പവിത്രമാകുമെങ്കിൽ പവിത്ര ലോകത്തിന് അധികാരിയാകും. इसमें अवस्था बड़ी अच्छी मजबूत चाहिए, മോഹ ആദി നഹീം ചാഹിയെ ജോ ഫിർ യാദ് പഠിത്ത് രഹി. പക്ഷെ ബാബ പറയണ കുട്ടികൾ അതത്ര എളുപ്പമൊന്നുമല്ല. നല്ല ശക്തമായ അവസ്ഥ ഉണ്ടാവണം, ഒന്നിനോടും മോഹം ഉണ്ടാകരുത്, ഒന്നിന്റെയും ഓർമ്മ വരാൻ പാടില്ല. ബുദ്ധിയോഗ കുടുംബിക്ക് തരഫ് ജാത്താ രഹേ ഇസ്ലിയെ ഫിർ സർവീസ് ലായക് ബൻ നഹീ സക്ത. പക്ഷെ മനസ്സ് കുടുംബാംഗങ്ങളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, വീട്ടിലെ കാര്യത്തിലേക്കും പോകാണ്. അതുകൊണ്ട് ബാബ പറയുന്നു സേവനത്തിന് യോഗ്യരാകുന്നില്ല. ഏഹം തോ ബേഹത്ത് ക സന്യാസ് ചാഹി. ഇവിടെ വേണ്ട എന്താണ്? പരിധി ഇല്ലാത്ത സന്യാസം. ഒന്നും എന്റെ ഇല്ല. ഏഹത്തോ ഖബർസ്ഥാനൊക്കെ ബാബ പറയുന്നത് ഒരു ചുടലയാണ്. ഇസ്കോ യാദ് കർണ ബാബുക്കോ. നമ്മൾ ആരെ ഓർമ്മിക്കേണ്ടത്? ബാബയെ ഓർമ്മിക്കണം. വഹ് പരിസ്ഥാനമേ ലേ ചലനെ വാല. ബാബ ഈ ഖബർസ്ഥാനത്തിൽ നിന്നും നമ്മളെ പരിസ്ഥാനത്തിൽ ദേവലോകത്തിലേക്ക് കൊണ്ടുപോകുന്ന ആളാണ്. ഇസ് ബ്രാഹ്മൺ കുൽമേ ജോ അച്ചി സർവീസ് കർത്തെ വഹ് ബഡേട്ടകരെ. ആരാണ് ഈ ബ്രാഹ്മണ കുലത്തിൽ വലിയവര്? ബാബ പറഞ്ഞു നല്ല രീതിയിൽ സേവ ചെയ്യുന്നവര്. ഉനോംകാ ബഡ റിഗാർഡ് രഖനാ ചാഹിയെ, ഉൻ ജൈസി സർവീസ് കർണി ചാഹിയെ തബി ഹി ഉഞ്ച് പദ് പായെങ്കെ. ബാബ പറയുന്ന കുട്ടികളെ സേവ ചെയ്യുന്നവരോട് ആദരവുണ്ടായിരിക്കും, എന്നിട്ട് അവരെ പോലെ ആകാൻ ആഗ്രഹിക്കണം. അപ്പോൾ ഉയർന്ന പദവി നിൽക്കും. സേവ ചെയ്യുന്നവരോട് അനാദരിക്കുകയും അഹങ്കാരം കാണിക്കുകയും അസൂയ കാണിച്ചിട്ട് കാര്യമില്ല. ബാബ പറഞ്ഞു അവരെ ആദരിക്കുക, എന്നിട്ട് അവരെ പോലെ ആകാൻ ശ്രമിക്കുക. അഭിത്തോ അപ്പനെ ഉന്നതിക്ക ഓന രഹനാ ചാഹി. അവരവരെ ബാബ പറയുന്നു അവരവരുടെ ഉന്നതിയെ കുറിച്ച് ചിന്തിക്കും. അപ്പനെക്കോ ദേഖനാ ചാഹിയെ ഹം ബാബാ സെ വർഷ പാനേക്ക് ലായക്ക് ബനേഹെ. നമ്മൾ നമ്മളോട് ചോദിക്കണം, ഞാൻ ബാബയുടെ സ്വത്ത് നേടാൻ യോഗ്യനായോ? ബാപ്പ് ആയാഹെ പാവൻ ബനാക്കർ സാത്തിലേ ജാൻ. ബാബ വന്നിരിക്കുന്നത് നമ്മളെ പാവനമാക്കി കൂടെ കൊണ്ടുപോകാനാണ്. വകട്ടുക്കരാങ്കെ കൈസെ. അത് എങ്ങനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റും ബാബയുടെ വാഗ്ദാനം? ബാബ സബ്സെ പൂച്ചത്തെ തോ കഹത്തെ ഹം തോ മഹാറാണി ബനെ. ആരോട് ചോദിച്ചാലും എല്ലാ കുട്ടികളും പറയുന്നത് ഞങ്ങൾ മഹാറാണി ആകുന്നാണ്. തോ ഐസി ചലൻ ബി ഹോന. ബാബ പറഞ്ഞു അപ്പോൾ പെരുമാറ്റം അങ്ങനെ ആകണ്ടേ? കൈ തോ ബഹുത് അച്ഛെ ബച്ച്. ചിലര് നല്ല കുട്ടികളാണ്. പരന്തു ജോ പുരുഷാർത്ഥഹീ നഹീം കരേങ്കെ തോ വഹ് ക്യാ പദ് പായ്. പക്ഷെ പുരുഷാർത്ഥമേ ചെയ്യുന്നില്ലെങ്കിൽ എന്ത് പദവി നേടാനാണ്? ഹാർ ബാത്മേം പുരുഷാർത്ഥ സേ ഹി പ്രാലബ്ധ മിൽത്തെ ഹേ. നമ്മൾ എല്ലാവരും ജീവിതത്തിൽ വിജയം നേടണമെങ്കിൽ അണ്ടർലൈൻ ചെയ്ത് പഠിക്കേണ്ട ഒരു കാര്യമാണ്, ഓരോ കാര്യത്തിലും പരിശ്രമത്തിലൂടെയാണ് പ്രാലബ്ധം കിട്ടുന്നത്. അലസന് വരാധനം, അല്ലെ? അലസന് വരത്തിലാണ്. നമ്മൾ ആക്യുറേറ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് ധനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഭൗതിക ധനം ആവശ്യമാണ്, ആത്മീയ ധനവും ആവശ്യമാണ്. രണ്ടിനും ബാബ പറഞ്ഞു പണിയിട്ടു. വെറുതെ ഒന്നും ആരും നന്നായിട്ടില്ല, അല്ലേ? ലക്ഷ്യം വേണം, ഹാർഡ് വർക്ക് വേണം, പരിശ്രമം വേണം. कोई बीमार पड़ जाते हैं फिर ठीक होने से ही दिन रात पुरुषार्थ में लगे पढ़ाई में ठीक हो जाते. ചിലർ അസുഖമായിട്ട് കിടക്കും, പിന്നെ ശരിയാകുമ്പോൾ രാത്രിയും പകലും പുരുഷാർത്ഥത്തിൽ മുഴുകും. ഏഹാംബി സർവീസ് മേ ലഗ് ജാന. ഇവിടെയും ബാബ പറഞ്ഞ കുട്ടികളെ രാവും പകലും സേവ ചെയ്യും. സർവീസ് की युक्तियां तो ബാബ बहुत बदलाते. സേവ ചെയ്യാനുള്ള യുക്തികൾ ബാബ ധാരാളം പറഞ്ഞു തരുന്നുണ്ട്. പ്രദർശിനി पर समझाने का अभ्यास करो. പ്രദർശിനിയിൽ ആ ചിത്രങ്ങൾ വെച്ചിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള പ്രാക്ടീസ് ചെയ്യും, അല്ലെ? ഓരോരോ ചിത്രങ്ങൾ എടുത്ത് ഈ ചിത്രത്തിൽ എന്ത് പറയാം, പ്രാക്ടീസ് ചെയ്തുകൊണ്ട് വരുന്നിട്ട് മാത്രമില്ല. പ്രാക്ടീസ് ചെയ്തതിന്റെ 10% പോലും ആൾ കാണുമ്പോൾ പറയാൻ പറ്റത്തില്ല, കുറച്ചേ പറയാൻ പറ്റുള്ളൂ. പറഞ്ഞ് അത് ശരിയാവും. ബാബ തോ കാത്തെ അപ്പനെ ഉന്നതിക്കാർ ജീവൻ വരാം. ബാബ ഇതേ പറയുന്നുള്ളൂ, അവരവരുടെ ജീവിതം ഉണ്ടാക്കുക, അവരവരുടെ ഉന്നതി ഉണ്ടാക്കുക. യഹ് ഓന രഹന ചാഹിയേക്ക് മെംനെ കിത്തനി സർവീസ് കി കിത്തനോം കോ ആപ് സമാൻ ബനായ. ഞാൻ എത്ര സേവ ചെയ്തു, ഞാൻ എത്ര പേരെ തനിക്ക് സമാനമാക്കി, ഈ ചിന്ത ഉണ്ടാകണം. കിസ്കോ ആപ് സമാൻ നഹീം ബനായ തോ ഗുഞ്ചപത് കൈസെ പായി. ഞാൻ ഒരു സേവയും ചെയ്യില്ല, പക്ഷെ എനിക്ക് ഉയർന്ന പദവി വേണം. അവർ അതെങ്ങനെ നടക്കുന്ന കാര്യമാണ്? ഒരു സമച്ചാ ജാത്താഹി പ്രജാമേൻ ചലേ ജായെങ്കി അഥവാ ദാസ് ദാസിയാൻ വരെ. പിന്നെ എന്ത് പറയാനേ പറ്റുള്ളൂ? അവൻ ഒന്നിലെ പ്രജയാകും, അല്ലെങ്കിൽ ദാസ് ദാസിയായിട്ട് മാറും. സർവീസ് പഠിക്കും. ഇനി നമ്മൾ വിചാരിക്കാൻ സേവനമില്ലാന്നോ? അവർ ധാരാളം സേവനമുണ്ട്. ശരീരവും മനസ്സും ധനവും എന്തുപയോഗിച്ച് നമ്മൾ ബാബയുടെ ഓർമ്മയിൽ യജ്ഞസേവ ചെയ്താൽ നമ്മുടെ ഭാഗ്യം വർദ്ധിക്കും. അഭി തുമാരാ ഝാഡ് ഛോട്ടാഹി. അവർ ഇപ്പൊ നമ്മുടെ മരം വളരെ ചെറുതാണ്. മജബൂത്ത് നഹി, ശക്തിയില്ല. തൂഫാൻ ലഗത്തേസെ കച്ചെ ഗിർപടെ. ഒരു കാറ്റടിച്ചാൽ മതി, കുറെ പേര് വീണുപോകും, കച്ചകളൊക്കെ വീണുപോകും. മായ ബഡ ഹൈരൺ കർത്തി. ബാബയുടെ ഈ വൃക്ഷത്തിനെ മായ വല്ലാണ്ട് കൊടുക്കാറ്റടിക്കാണ്. മായക്കാ കാമിഹിയെ ബാബ സെ മഹുക്കരണം. അവർ മായയുടെ ജോലി തന്നെ എന്താണ്? ബാബയിൽ നിന്ന് നമ്മുടെ മുഖം തിരിക്കുക എന്നുള്ളതാണ്. ചലത്തെ ചലത്തെ ഗ്രഹചാരി ജബ് ഉദർത്തി ഹെ തബ് കഹത്തെ ഹം തോ ബാബ സെ പൂരാ വർഷലേക്ക്. പോയി നമ്മുടെ ഗ്രഹപ്പഴ പോകുമ്പോൾ പിന്നെ നമ്മൾ പറയും, ഇനി എനിക്ക് ബാബയിൽ നിന്ന് പൂർണ്ണമായി സ്വത്തെടുക്കണം. തൻ മൻ ധൻ സെ പൂരി സേവ കരെ. അപ്പോഴാണ് പറയുന്നത്
ഇനി ഞാൻ എന്റെ ശരീരവും എന്റെ മനസ്സും എന്റെ ധനവും ഞാൻ ബാബയുടെ കാര്യത്തിൽ ചെയ്യും. കഹാം കഹാം മായ ഗഫലത്ത് കരാത്തി ഒരു ശ്രീമത്ത് പർ ചലന ചോട് ദേത്തെ. പലപ്പോഴും മായ നമ്മളെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കും. പിന്നെ ശ്രീമത്ത് അനുസരിച്ച് നടക്കുന്നതൊക്കെ വിട്ടുകളയും. ഇവർ കവി സ്മൃതി ആത്തേഹ്യത്തോ ശ്രീമത്ത് പർ ചലത്തെ. പിന്നെ എപ്പോഴെങ്കിലും ഒരു ബോധം ഒതുങ്ങി, എത്ര കാലം ഞാൻ ബാബയുടെ കൂടെ പോയി, പിന്നെ ഞാൻ എത്ര വിട്ടുപോയി, പിന്നെ തിരിച്ചുപോയി. ഈ സമയം ദുനിയാമേ രാവണ കാരണം എന്താണ്? ഈ രാവണ സമ്പ്രദായത്തിൽ നമ്മൾ ജീവിക്കുന്നത്. ഏക ദേവദായ രാമ സമ്പ്രദായ രാവണ സമ്പ്രദായ വാലെ രാമ സമ്പ്രദായക്ക് ആകെ മാതാട്ടെ. ഈ ലോകം രാവണ സമ്പ്രദായം, ദേവതകൾ രാമസമ്പ്രദായത്തിൽ. രാവണ സമ്പ്രദായക്കാരെ ബാബ പറഞ്ഞു, രാമസമ്പ്രദായക്കാരുടെ മുമ്പിലെ തല കുമ്പിടേണ്ടി വരും. തും ജാനത്തെ ഹോ ഹം വിശ്വക്കെ മാലികത്തെ. ഇപ്പൊ നമുക്കറിയാം നമ്മൾ വിശ്വത്തിന്റെ അധികാരികൾ ആയിരുന്നു. 84 ജന്മ ലേത്തെ ലേത്തെ അവ ക്യാ ഹാൽ ഹോ ഗയാ. 84 ജന്മങ്ങൾ എടുത്ത് അല്ലെ നമുക്ക് ഒരു വിലയില്ലാത്തവരാണ്. എന്ത് ഗതിയിലായി. എങ്ങനെ ഇരുന്നവരാണ്? ലോകം ഭരിച്ച ദേവതകൾ ഇന്നും ആളുകൾ പൂജിക്കുന്നുണ്ട്. അവർ 84 ജന്മങ്ങൾ എടുത്തെടുത്ത് നമ്മൾ ദേവതകളായിരുന്നു എന്നുള്ള സ്മൃതി പോലും നമുക്ക് ഉറക്കുന്നില്ല. അപ്പൊ ബാബ സബ്കോ പുരുഷാർത്ഥ കരാ. അപ്പോൾ ബാബ എല്ലാ കുട്ടികളെ കൊണ്ടും പുരുഷാർത്ഥം ചെയ്യിപ്പിക്കുകയാണ്. നഹീൻ തോ ബഹുത് പശ്ചാത്താന പടി. പുരുഷാർത്ഥം ചെയ്തില്ലെങ്കിൽ ബാബ പറഞ്ഞു അവസാനം വല്ലാണ്ട് പശ്ചാത്തപിക്കേണ്ടി വരും. ഹം ഭഗവാൻ കി ശ്രീമത് പറഞ്ഞ ചലെ ബാബ തോ രോസ് സമച്ചാത്തെ ബച്ചെ ഗഫലത്ത് മത് കരോ. നമ്മൾ ബാബയുടെ ശ്രീമത്ത് അനുസരിച്ച് നടന്നില്ല. ബാബ ദിവസേന മനസ്സിലാക്കി തരുന്നുണ്ട്, കുട്ടികളെ തെറ്റുകൾ ചെയ്യല്ലേ. സർവീസ് കർണേ വാലോംകോ ദേഖത്തെ ഹോ കൈസെ അച്ചി സർവീസ് കർത്തെ. സേവ ചെയ്യുന്നവരെ നമ്മൾ നോക്കണം, അവരെങ്ങനെയാ സേവ ചെയ്യുന്നത്, ആ സെന്ററിൽ എന്ത് സേവ നടക്കുന്നുണ്ട്, ഇതൊക്കെ നോക്കാം, കുഴപ്പമൊന്നുമില്ല. അവരെന്ത് സേവ ചെയ്യുന്നുണ്ട് ഇപ്പോഴും. ബാബ പറഞ്ഞ അവരുടെ യോഗയും അവരുടെ പുരുഷാർത്ഥവും അവരുടെ സേവയൊക്കെ കണ്ടിട്ട് നമ്മളും കുറെ മാറ്റം വരുത്തണം. ഫലാന ഫസ്റ്റ് ഗ്രേഡ് ഫലാനെ സെക്കൻഡ് ഗ്രേഡ് സർവീസ് മാൻ കറിഞ്ഞപ്പെടുത്തേ പക്കത്തോ രഹിതാഹീന. ഫസ്റ്റ് ഗ്രേഡ് സേവയുണ്ട്, സെക്കൻഡ് ഗ്രേഡ് സേവയൊക്കെ ഉണ്ട്, വ്യത്യാസമില്ലേ. ബാബ ബച്ചംകോ സമചായിക്കോ സഹീന. ഇതെല്ലാം പറഞ്ഞു തരേണ്ടത് എന്റെ കാര്യമല്ലേ, സത്യമായ കാര്യമല്ലേ ബാബ പറയുന്നത്. അജ്ഞാന കാലമേയും ബാബു തപ്പട്ടേ മാറി. അജ്ഞാന കാലത്തിൽ അച്ഛൻ ചിലപ്പോൾ കരകുട്ടിക്ക് ഒരു അടിവും. ബാബ്തോ പ്യാർസെ സമച്ച്. പക്ഷെ ബാബ ആരെ അടിക്കില്ല. ബാബ പറയാണ് അടിക്കാൻ വേറൊരാളുള്ളൂ, അത് അവസാനമുള്ളൂ, പഠിത്തമൊക്കെ പൂർത്തിയായ ശേഷം. പഠിത്ത കാലത്ത് അടിയില്ല. ബാബ പറയാണ് ഞാൻ വളരെ സ്നേഹത്തോടു കൂടിയാണ് പറഞ്ഞു തരുന്നത്. അപ്പനെ ഉന്നതി കരൂ. ബാബ പറയുന്ന കുട്ടികളെ അവരവരുടെ ഉന്നതി ഉണ്ടാക്കൂ. ജൈസ ഹോസകെ പുരുഷാർത്ഥ കർണാചായി. എങ്ങനെ സാധിക്കും അങ്ങനെ നമ്മൾ പുരുഷാർത്ഥം ചെയ്യും. ഓരോരുത്തരുടെ സ്ഥിതി വ്യത്യാസമാണ്. വീട്ടിലെ സ്ഥിതി വേറെയാണ്, ആരോഗ്യസ്ഥിതി വേറെയാണ്, ബുദ്ധിയുടെ സ്ഥിതി വേറെയാണ്. അതെല്ലാം കണക്കിലെടുത്തിട്ട് എന്ത് ചെയ്യണം? അവരുടെ സേവ അങ്ങ് ചെയ്യണം. ബാബാക്കോ ഖുഷി ഹോത്തെ ഹെ 5000 വർഷക്കെ ബാദ് ഫിർ ആകർ ബച്ചോം സെ മിലാ. ഭാവിക്ക് വലിയ സന്തോഷമുണ്ട്. 5000 വർഷത്തിന് ശേഷം ഞാൻ കുട്ടികളെ കാണുകയാണ്. രാജയോഗ സിഖല രഹാഹു. രാജയോഗം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗീത് ഹേന തും ഭി വഹി ഹം ഭി വഹി. പാട്ടുണ്ടല്ലോ, നീയും അത് തന്നെ ഞങ്ങളും അത് തന്നെ. തോ ബാബ കാത്തെ തും ബച്ചെ ഭി വഹി. ബാബ പറയാണ് കുട്ടികളെ എനിക്ക് നല്ല ഉറപ്പുണ്ട്, 5000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ വന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അന്ന് ബാബ പറയുന്നത് നിങ്ങൾ തന്നെയാണ് പഠിച്ചത്. അതെനിക്ക് നല്ല സ്മൃതിയുണ്ട്. ഈ ബാത്തോംകോ അവർക്കോ ഈ സമച്ചിട്ടത്. ഈ കാര്യങ്ങളൊന്നും വേറെ ആളുകളോട് പറഞ്ഞത് മനസ്സിലാകും. അച്ഛാ മീട്ടെ മീട്ടെ സിക്കിലിന്റെ ബച്ചോം പ്രതി മാതാപിതാ ബാപ് ദാദാ കാ യാദ് പ്യാരാ ഗുഡ് മോർണിംഗ്. रूहानी बाप की, रूहानी बच्चों को नमस्ते, रूहानी बच्चों की, रूहानी बाप दादा को याद प्यार, गुड मॉर्निंग और नमस्ते. ധാരണയ്ക്കുള്ള പ്രധാന കാര്യങ്ങൾ സ്വയം കോ സർവീസ് കെ ലായക് ബനാന ഹെ. അവരവരെ സേവനത്തിന് യോഗ്യരാകും. എങ്ങനെ യോഗ്യരാകും? നമുക്ക് നല്ലൊരു മെക്കാനിക് ആവും, അതെങ്ങനെയാവും? നമുക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കും, അതെങ്ങനെയാവും? നമുക്ക് കമ്പ്യൂട്ടറിലൊക്കെ കുറെ കാര്യങ്ങൾ പഠിക്കും, അതെങ്ങനെയാവും? നമുക്ക് വീണ്ടും കുറെ പൂക്കളൊക്കെ ശരിയാക്കി എടുക്കണം, പൂന്തോട്ടം ഉണ്ടാകണം, അതെങ്ങനെയാവും? നമുക്ക് നല്ല ആരോഗ്യം വരും, പറഞ്ഞു അതെങ്ങനെയാവും? ബാബ പറഞ്ഞു അങ്ങനെ ആക്കി എടുക്കണം അല്ലെ. നമുക്ക് നല്ല ശരീരം വേണേൽ എക്സർസൈസ് ചെയ്യണം, ആഹാരത്തിൽ ശ്രദ്ധിക്കണം. അത് മെക്കാനിക് ആണെങ്കിൽ വണ്ടിക്കാരന് പോയി അതിന്റെ വാങ്ങിക്കുന്നൊക്കെ കേൾക്കേണ്ടി വരും, കുറച്ചൊക്കെ വഴക്ക് കേൾക്കേണ്ടി വരും, നമ്മൾ പഠിക്കണം. ഏത് കാര്യത്തിനും എന്ത് വേണം? ത്യാഗവും അഭ്യാസവും. അപ്പൊ ബാബ പറയണം അവരവരെ സേവനത്തിന് യോഗ്യരാക്കണം. നല്ല സർവീസ് ചെയ്യുന്നവരുടെ പൂരാ റിക്കാർഡില് ആരെങ്കിലും ഇനി നമുക്ക് പറ്റുന്നില്ല, നല്ല സേവ ചെയ്യുന്നു, ബാബ പറഞ്ഞു അവരങ്ങ് ആദരിക്കുക. അപ്പൊ തന്നെ നമുക്ക് മാർക്കായി, കമ്മീഷനായി, അവരുടെ മകൾക്ക്. അപ്പനെ ഉന്നതിക്കാ ഗ്യാൽക്കാരന. ആരെങ്കിലും നല്ല പുരുഷാർത്ഥം ചെയ്തുകൊണ്ട് നമുക്കെന്താ? നമ്മൾ നമ്മുടെ ഉന്നതിയെ കുറിച്ച് ചിന്തിക്കണം. തൻ മൻ ധൻസെ പൂരി സേവ കർണേ. നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നമ്മുടെ ധനവും ഉപയോഗിച്ച് പൂർണ്ണമായ സേവ ചെയ്യും. ശ്രീമത്ത് പറഞ്ഞ ചലനാഹി. ബാബയുടെ ശ്രീമത്ത് അനുസരിച്ച് നടക്കണം. ഗഫലത്ത് നഹീം കർണീക്ക്. തെറ്റുകൾ ചെയ്യരുത്.
वरदान। मास्टर अल्माइटी अथॉरिटी की सीट पर सेट रहने वाले सहज और सदा के कर्मयोगी भव. മാസ്റ്റർ അൾമൈറ്റി അതോറിറ്റിയുടെ സീറ്റിൽ സെറ്റായി കഴിയുന്ന സഹജ സദാ കർമ്മയോഗിയായി. മാസ്റ്റർ അൾമൈറ്റി അതോറിറ്റിയുടെ സീറ്റിൽ സെറ്റായി കഴിയുന്ന സഹജ സദാ कर्मयोगियाई भटू. जैसे किसी मशीनरी को सेट किया जाता तो एक बार सेट करने से फिर ऑटोमेटिकली चलती रहे. और ഒരു മെഷീൻ സെറ്റ് ആക്കി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ആയി പോയി. ഒരു അച്ചക്കമ്പളം ഉണ്ടാകും, വാർത്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന് ഓട്ടോമാറ്റിക് ആയിട്ട് അതുപോലെ വന്നു, ആ മെഷീൻ അതനുസരിച്ച് പോയി. इसी रीति से मास्टर अल्माइटी अथॉरिटी की स्टेज पर स्वयं को एक बार सेट कर दो तो कभी कमजोरी के शब्द नहीं निकलेंगे. ഇപ്രകാരം മാസ്റ്റർ അൾമൈറ്റി അതോറിറ്റി ഈ സ്റ്റേജിൽ സ്വയം ഒരു പ്രാവശ്യം സെറ്റ് ആകും, ആ സമാനത്തിൽ ഒന്ന് സെറ്റ് ആകും. ബാബ പറയാണ് പിന്നെ ദുർബലത എന്നുള്ള വാക്കുന്നുണ്ടാകും. हर संकल्प शब्द व कर्म उसी सेटिंग प्रमाण ഓട്ടോമാറ്റിക് ചലത്തെ രഹേ. നമ്മൾ ആ സമാനത്തിൽ നമ്മൾ സെറ്റ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ബാബ പറയണു ആ സെറ്റിങ്ങിനെ അനുസരിച്ച് ഓട്ടോമാറ്റിക്കലി സങ്കല്പം വന്നോളും, വാക്ക് വന്നോളും, ബാബ പറയണു കർമ്മം വന്നോളും. യഹി സെറ്റിംഗ് सहज और सदा के लिए कर्मयोगी निरंतर निर्विकल्प समाधि में रहने वाला सहजयोगी बना दे. ഇങ്ങനെ ഒരു സെറ്റിംഗ്സ് ഉണ്ടെങ്കിൽ സഹജമായി എപ്പോഴത്തേക്കുമായി നമ്മൾ കർമ്മയോഗി. ഞാൻ ആരാണ്? ഞാൻ ആത്മാവല്ലേ? ഏത് സമയത്തും ഞാൻ ആത്മാവാണ്, ഏത് സമയത്തും ഞാൻ പരമാത്മാവിന്റെ കുട്ടിയാണ്. അപ്പൊ ബാബ പറയാണ് ഈ ഒരു സ്മൃതി, ഈ സമാനത്തിന്റെ സ്മൃതി സെറ്റ് ചെയ്യുകയാണെങ്കിൽ സഹജമായി എപ്പോഴും കർമ്മയോഗിയാകും, നിരന്തര നിർവികൽപ്പ സമാധിയിൽ കഴിയുന്ന സഹജയോഗി. നിർവികൽപ്പ ഒരു വികല്പങ്ങളും ഇല്ലാത്ത സമാധി. ധി എന്ന് വെച്ചാൽ എന്താ? ധി എന്ന് വെച്ചാൽ ബുദ്ധി. ബുദ്ധി സമമാകും. ബുദ്ധി സമമാകുന്നത് എവിടെയാണ്? ഇഹലോകം സമമല്ല, സമം ബ്രഹ്മമാണ്. ബ്രഹ്മത്തിലേക്ക് പോകുമ്പോൾ ബുദ്ധി സമമാണ്. ഈ ലോകം ഇളകുന്നതാണ്. എന്താ? സ്തുതി, മാനം, അപമാനം ഒക്കെ ഉണ്ടാവും. അപ്പൊ ബാബ പറയണു ബുദ്ധി സമാധി. അപ്പോൾ നമ്മൾ സഹജയോഗി. എല്ലാം വേണ്ടത് എന്താണ്? ബാബ പറയണു മാസ്റ്റർ അൾമൈറ്റി അതോറിറ്റി സീറ്റിൽ കയറിയിരിക്കുക. ഇന്നത്തെ ശ്ലോകം മെംകെ ബജായെ ബാബ ബാബ കഹന യഹി യാദ് കാ പ്രൂഫ്. ഞാൻ 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 എന്ന് പറയുന്നതിന് പകരം ബാബ ബാബ എന്ന് പറയുക, അതാണ് ഓർമ്മയുടെ പ്രൂഫ്. നമ്മൾ ബാബയെ ഓർമ്മിക്കുന്നുണ്ടെങ്കിൽ, ബാബയാണ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന നല്ല നിശ്ചയമുണ്ടെങ്കിൽ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ എന്താണ്? ബാബ ബാബ. അപ്പൊ ഇന്ന് ബാബ എന്താണ് പഠിപ്പിച്ചത്? മധുരമായ കുട്ടികളെ, ബാബ വന്നിരിക്കുന്നത് ഭക്തിയുടെ ഫലം നൽകാനാണ്. ഭക്തിയുടെ ഫലമാണ് ജ്ഞാനം. ജ്ഞാനത്തിലൂടെ മാത്രമേ സദ്ഗതി ഉണ്ടാവുകയുള്ളൂ. ചോദ്യം എന്തായിരുന്നു? ബ്രാഹ്മണ കുലത്തിൽ ആരെ വലിയവർ എന്ന് വിളിക്കും? അവരുടെ അടയാളം. ബ്രാഹ്മണ കുലത്തിൽ നല്ല സേവ ചെയ്തവരാണ് വലിയവര്. അവർക്ക് സദാ അവരുടെ ഉന്നതിയെ കുറിച്ച് ചിന്തയുണ്ടായിരിക്കും. നന്നായിട്ട് പഠിക്കും. ബാബ പറയണം മഹാവീരന്മാരായ കുട്ടികള് ശരീരവും മനസ്സും ധനവും എല്ലാം ഈശ്വരീയ സേവനത്തിൽ സഫലമാക്കും. തന്റെ പെരുമാറ്റത്തിന്റെ കാര്യത്തില് വളരെ ശ്രദ്ധയുള്ളവരായിരിക്കും. പിന്നെ ബാബ എന്താ പറഞ്ഞത്? ഗീതയുടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അല്ല, ശിവബാബയാണ്. ഞാൻ 5000 കൊല്ലങ്ങൾക്ക് മുമ്പ് നിങ്ങളോട് തന്നെ പറഞ്ഞിരുന്നു, കുട്ടികളോട് പറഞ്ഞിരുന്നു, ദേഹസഹിതം ദേഹത്തിന്റെ സകല ധർമ്മങ്ങളെയും മറന്ന് എന്നെ മാത്രം ഓർമ്മിക്കാൻ. ഇതിലൂടെയാണ് വികർമ്മങ്ങൾ വിനാശമാകുന്നത്. അത് ഗീതയിൽ ഉണ്ട്. പക്ഷെ അവർ ഗീതയിൽ കൃഷ്ണന്റെ പേര് എഴുതി വെച്ചു. പിന്നെ ദ്വാപരത്തിൽ കാണിച്ചു. ദ്വാപരത്തിൽ ബാബ പറഞ്ഞു പതിതരെ പാവനമാക്കാൻ പറ്റില്ല. കൃഷ്ണൻ ആ രൂപത്തിൽ ഫസ്റ്റ് ബർത്തിലല്ലാണ്ട് ഒരിക്കലും ആ രൂപത്തിൽ വരാൻ പറ്റില്ല. ശ്രീകൃഷ്ണൻ 84 ജന്മങ്ങൾ, പൂർണ്ണ ജന്മങ്ങൾ എടുത്തവനും ഞാൻ ജന്മങ്ങളെ എടുക്കാത്തവനുമാണ്. എത്ര വ്യത്യാസമുണ്ട്! അച്ഛന്റെ സ്ഥാനത്ത് പുത്രന്റെ പേര് എഴുതിയാൽ. ഇപ്പൊ ബാബ പറയുന്നു ആളുകൾ കൃഷ്ണൻ വരുന്ന പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കൃഷ്ണൻ ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃഷ്ണ എന്ന് പറയുമ്പോൾ ഒരു ദേഹമാണ്. ദേഹത്തിനപ്പുറം വിദേഹ രാജ്യത്തിലേക്ക് പോകണമെങ്കിൽ വിദേഹിയായ ബാബയെ തന്നെ ഓർമ്മിക്കണം. അപ്പോൾ മാത്രമേ ആത്മാവ് ദേഹബോധത്തിൽ നിന്ന് വിടർന്ന് പാപങ്ങൾ നശിച്ചു പോകുള്ളൂ. ധാരാളം പാപങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ശിരസിലിരിപ്പുണ്ട്. ബാബ പറഞ്ഞ അത് കളയണമെങ്കിൽ നിരന്തരം ബാബയെ ഓർമ്മിക്കണം. പക്ഷെ മായ ഭയങ്കരമാണ്. എല്ലാത്തിനായിട്ട് കുഴപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗ്രഹപ്പഴകൾ വരും. ആ ഗ്രഹപ്പഴകൾ പോകുമ്പോൾ പറയും ഇനി ഞാൻ ബാബയുടേതനുസരിച്ച് നടക്കും, എന്റെ ശരീരവും മനസ്സും ധനവും ഞാൻ ബാബയുടെ കാര്യത്തിൽ മുടക്കുമെന്ന് പറയും. പക്ഷെ ബാബ പറയാണ് കുട്ടികളെ എന്റെ അടുത്ത് പ്രതിജ്ഞ എടുത്തിട്ട് നിങ്ങൾ അത് പാലിക്കണം. വീട്ടിൽ ആര് പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിലും ബാബ പറയുന്നത് നമ്മൾ മൈൻഡ് ചെയ്യരുത്. അഥവാ പരിവർത്തനപ്പെട്ടില്ലെങ്കിൽ ബാബ പറയാണ് പശ്ചാത്തപിക്കേണ്ടി വരും. വളരെയധികം നമ്മൾ കരയേണ്ടി വരും. പുതിയ വീട് വെക്കുമ്പോൾ നമ്മുടെ ചിന്ത പുതിയ വീട്ടിലേക്കായിരിക്കണം. പഴയ വീട് ഉടച്ചു കളയാൻ പോകാണ്. ഇത് പഴയ ജീർണിച്ച വൃക്ഷമാണ്. എല്ലാ കൊമ്പുകളും, അനേക ധർമ്മങ്ങളാവുന്ന എല്ലാ കൊമ്പുകളും ജീർണിച്ചു കഴിഞ്ഞു. അരകൽപ്പം പകല്, അരകൽപ്പം രാത്രി. ഇത് ലക്ഷക്കണക്കിന് വർഷങ്ങളില്ല. ഇത് കൃത്യം പകുതി പകുതിയാണ്. രാത്രിയുടെ അവസാനമേ ബാബ വരികയുള്ളൂ.
ഭക്തിമാർഗത്തിന്റെ ഒരു അടയാളം പോലും ബാബ പറയണം ജ്ഞാനമാർഗത്തിൽ അല്ലെങ്കിൽ സത്യത്രേതായത്തിൽ ഉണ്ടാവില്ല. ബാബ പറയണം ഭക്തിയിൽ കീർത്തനങ്ങളും വേദങ്ങളും ഉപനിഷത്തുകളും ജപവും തപവും വേദാധ്യയനവും തീർത്ഥാടനങ്ങളും ദാനപുണ്യാദികളും ഒന്നും അവിടെ ഉണ്ടാവില്ല. ആ ലക്ഷണങ്ങളെല്ലാം നമ്മൾ പതുക്കെ പതുക്കെ കളയണം. ബാബ പറയണം ആദ്യത്തെ അമ്പലം സോമനാഥ ക്ഷേത്രമാണ്. ആ അമ്പലം എടുത്തിട്ട് ലക്ഷക്കണക്കിന് വർഷങ്ങളായോ? ഭാവികളെ ലക്ഷക്കണക്കിന് വർഷങ്ങൾ ഇതുണ്ടോ? അതെന്താണ് മുഹമ്മദ് യേശയെ കൊള്ളയടിച്ചത്? അവിടെ ഒരു 1300 വർഷം അല്ലെങ്കിൽ 1400 വർഷം ഉണ്ടാവും. അന്ന് അവിവിചാര ഭക്തി ഭാരതത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ വ്യഭിചാര ഭക്തിയാണ്. അപ്പൊ ബാബ പറയണു ആ കാലഘട്ടത്തെ കുറിച്ച് ആദിമധ്യാന്തത്തെ കുറിച്ച് ആർക്കും തന്നെ അറിയില്ല. മനുഷ്യന്മാർക്ക് ഒരാൾക്ക് പോലും അറിയില്ല. ബാബ പറയണു ഇതെല്ലാം അസത്യമായ കാര്യങ്ങളാണ്. അതിൽ കൂടെ നമ്മൾ അധപ്പതിച്ചു പോയിട്ടുള്ളൂ. ഈ സമയത്ത് ബാബ തന്നെ വന്നിട്ട് നമുക്ക് ജ്ഞാനം നൽകും. ജ്ഞാനത്തിലൂടെയാണ് സന്തതി. അതിന് നമ്മൾ പുരുഷാർത്ഥം ചെയ്യണം. ബാബ പറയുന്ന കുട്ടികളെ പഠിക്കണം, പഠിപ്പിക്കണം, നല്ല രീതിയിൽ സർവീസ് ചെയ്യുന്നവരെ ആദരിക്കണം, അവരിൽ നിന്ന് കണ്ട് പഠിക്കണം, ചിത്രങ്ങളുടെ മുമ്പിൽ പോയിട്ട് എങ്ങനെ പറഞ്ഞു കൊടുക്കാമെന്ന് പ്രാക്ടീസ് ചെയ്യണം. ഇനി കുറച്ച് സമയമേ ഉള്ളൂ. ബാബ പറഞ്ഞു രാജപദവി വേണമെന്ന് പറഞ്ഞാൽ പോരാ, പ്രജകളെ ഉണ്ടാക്കണം. ശരീരവും മനസ്സും ധനവും ഉപയോഗിച്ച് ബാബയുടെ സേവ ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രാപ്തി ഉണ്ടാകുന്നത്. ആ പ്രാപ്തി ഉണ്ടാക്കേണ്ട സമയം ഇതാണ്. പുരുഷാർത്ഥമില്ലാതെ, പരിശ്രമമില്ലാതെ, പ്രാലബ്ധമില്ല. ഏത് കാര്യത്തിനും നമ്മൾ അക്ഷീണമായിട്ട് പരിശ്രമിക്കും. കുറച്ച് ഉറക്കമൊക്കെ കളയേണ്ടി വരും, കുറച്ച് വീട്ടിലെ സുഖമൊക്കെ കളയേണ്ടി വരും, കുറച്ച് ഉത്തരവാദിത്വമൊക്കെ നമ്മൾ എടുക്കേണ്ടി വരും. പിന്നെ വരദാനത്തിൽ ബാബ എന്താ പറഞ്ഞേ? മാസ്റ്റർ അൾമൈറ്റി അതോറിറ്റി എന്നുള്ള സീറ്റിൽ സെറ്റ് ആകുമ്പോൾ നമ്മൾ സദാ നിരന്തര കർമ്മയോഗി ആയിക്കോളും. സ്ലോഗൻ എന്താണ്? ഞാൻ എന്നതിന് പകരം ബാബ ബാബ എന്ന് പറയുമ്പോൾ ബാബ പറയണു അത് തന്നെയാണ് നമ്മൾ ബാബയെ ഓർമ്മിക്കുന്നു എന്നുള്ളതിന്റെ പ്രൂഫ്. ഓം ശാന്തി. നമുക്കൊരു മിനിറ്റ് ബാബയെ अपना